ഇന്ന് LDF ഹർത്താലാണ് ഇടുക്കിയിൽ. LDF ഹർത്താലിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് ജില്ലയിൽ എത്തിച്ചേരും. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ ഇടുക്കിയിലെത്തുന്നത്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷ ഇടുക്കിയിൽ ഗവർണർക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന് വിഷ്ണു സുരേഷും ശ്രീകാന്തും നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. അപ്പോൾ വിഷ്ണു സുരേഷ്, നമ്മുടെ ഈ ഹർത്താലിനെ കുറിച്ച് പറയൂ. ഹർത്താൽ ആരംഭിച്ചു കഴിഞ്ഞല്ലോ, എന്താണ് ഇടുക്കിയിലെ ഇപ്പോഴത്തെ അവസ്ഥ? ഹർത്താൽ അതിൻ്റെ പൂർണ്ണ തോതിലേക്ക് എത്തിയിട്ടില്ല. നിലവിൽ ഇപ്പോഴും നിരത്തുകളിൽ വാഹനമുണ്ട്, പല കടകളും തുറന്നു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. LDF തന്നെ വ്യക്തമാക്കിയത് ഹർത്താൽ സമാധാനപരമായിരിക്കും, തുറന്ന കടകളൊന്നും അടപ്പിക്കില്ല എന്നാണ്. LDFിന്റെ പ്രധാനപ്പെട്ട പ്രതിഷേധം ഇതാണ്. ഭൂപതിവ് ഭേദഗതി ബില്ല് പാസ്സാക്കിയിട്ട് 3 മാസമായി, പക്ഷേ അതിൽ ഇതുവരെ ഗവർണർ ഒപ്പുവെച്ചിട്ടില്ല. അതിൽ പ്രതിഷേധിച്ച് ഇന്ന് ഇടതുപക്ഷത്തിന്റെ രാജ്ഭവൻ മാർച്ച് നടക്കുന്ന ദിവസമാണ്. അന്നേ ദിവസം തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണറെ എന്തിനാണ് തൊടുപുഴയിലേക്ക് ക്ഷണിച്ചത്? ഇതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ്, വ്യാപാരി വ്യവസായ സംഘടനയോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമാധാനപരമായിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായ പ്രതിഷേധങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ഗവർണർ എത്തുന്ന ഘട്ടത്തിൽ DYFIയുടെയും SFIയുടെയും ഒക്കെ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. ഈ അതിർത്തിയായ വെങ്ങല്ലൂർ മുതൽ ഈ മർച്ചന്റ് അസോസിയേഷൻ ഹാൾ വരെയുള്ള മേഖലകളിലാണ് പ്രതിഷേധത്തിന് കൂടുതൽ സാധ്യതയുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവർണർ പോകുന്നിടത്ത് SFIയുടെ കരിങ്കൊടി പ്രകടനങ്ങളെല്ലാം കണ്ടതാണ്. അതിൻ്റെ ഒരു ആവർത്തനം ഇടുക്കിയിലും ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും വ്യാപാരികൾ കടകൾ തുറന്നാൽ അവരെ അടപ്പിക്കില്ല. ഈ മരണാനന്തര ചടങ്ങിന് പോകുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല, വിവാഹ ചടങ്ങുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. അത്തരം കാര്യങ്ങളെല്ലാം ഇവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. തങ്ങളുടെ പ്രതിഷേധം ഗവർണർക്കെതിരെയാണ്. അതോടൊപ്പം ഗവർണറെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കെതിരെയാണ്. അതിനപ്പുറത്ത് സാധാരണക്കാരായ വ്യവസായികളോട് തങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് LDF വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. 11 മണിയോടുകൂടിയായിരിക്കും ഗവർണർ തൊടുപുഴയിലേക്ക് എത്തുക. അതിനുശേഷമായിരിക്കും പരിപാടി ആരംഭിക്കുക. കനത്ത സുരക്ഷയിലാണ് ജില്ലയിൽ ഉടനീളം പോലീസിനെ വിന്യസിച്ചിരിക്കുന്നത്. ഹൈ റേഞ്ചിലും ലോ റേഞ്ചിലുമായി പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നും നിലവിൽ ഇല്ല. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് ഇത് തങ്ങളുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലല്ല ഗവർണറെ ക്ഷണിച്ചത്. ഇതൊരു സ്വകാര്യ പരിപാടിയാണ്, തങ്ങളുടെ ഏറ്റവും അഭിമാനമായ പദ്ധതിയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ആ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുക മാത്രമാണ്, അതിൽ രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ഈ സംസ്ഥാന പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. SK. ഓക്കെ, ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്. യഥാർത്ഥത്തിൽ ഈ ഗവർണറുടെ കാര്യത്തിലൊക്കെ തന്നെ ഈ കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല താങ്കൾ ഗവർണറുടെ വേദിക്ക് അരികിലല്ലേ നിൽക്കുന്നത്? അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്, പറയൂ. SK, വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയുടെ വേദിക്ക് തൊട്ടരികിലാണ്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ കുടുംബ സുരക്ഷാ പദ്ധതി കാരുണ്യം, അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ഗവർണർ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. വലിയ സുരക്ഷ ഈ പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഗവർണർ സർക്കാർ പോരിൻ്റെ തുടർച്ചയെന്നോണം ഇന്ന് സ്വാഭാവികമായ പ്രതിഷേധങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പോലീസ്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ പോഷക സംഘടനകൾ, CPIMന്റെ പോഷക സംഘടനകൾ വലിയ തോതിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. അത് ഗവർണറും അതോടൊപ്പം തന്നെ CPIMും സർക്കാരും തമ്മിൽ നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടലിലേക്ക് പോവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നിലവിൽ നിന്നപ്പോൾ സുരക്ഷ ഇവിടെ കർശനമാക്കിയത്. ആലുവയിൽ നിന്നും 9:30-ക്ക് ശേഷം അദ്ദേഹം ഇറങ്ങും. ആലുവ ഗസ്റ്റ് ഹൗസിലാണ് ഗവർണർ ഉള്ളത്. നേരെ ഈ സ്ഥലത്തേക്ക് എത്തും. ഇവിടുത്തെ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകും എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് LDFന്റെ രാജ്ഭവൻ മാർച്ച് കൂടി നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു ജനകീയ വിഷയം. ഗവർണർ ഇടുക്കിയിലേക്ക് വരുമ്പോൾ ഈ ഭൂപതിവ് ചട്ട ഭേദഗതി നിയമം ചൂണ്ടിക്കാട്ടി ഈ ജനകീയ വിഷയം ഉയർത്തി ഗവർണർക്ക് പ്രതിരോധം ഏർപ്പെടുത്താം എന്നാണ് CPIM പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പോഷക സംഘടനകളായിരുന്നു ഈ വിഷയം ചൂണ്ടിക്കാണിച്ചതെങ്കിൽ, ഉയർത്തിയതെങ്കിൽ CPIM അത് നേരിട്ട് ഏറ്റെടുക്കുകയാണ്. ഇന്നിപ്പോൾ ഗവർണർ ഇവിടേക്ക് വരികയാണ്. CPIM ഇതിനെതിരെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വരുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ സുരക്ഷ അത് എത്രത്തോളം നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്? നമ്മൾ അങ്ങനെയുള്ളൊരു ഇവിടെ വന്നു, എല്ലാവരും കൂടി സഹകരിച്ച് പോകുന്നു. വരുന്ന വഴിക്ക് നമുക്ക് ഇതുവരെയായിട്ട് ഒരു പ്രശ്നങ്ങൾ കണ്ടില്ല. ഇനിയിപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തുമില്ല. പക്ഷേ നമ്മളിവിടെ എല്ലാം നമുക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളില്ലല്ലോ, വ്യാപാരികൾക്ക് വേറെ പ്രശ്നങ്ങളില്ല. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയാണിത്. അപ്പം നമുക്ക് ഇന്നാണ് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഗവർണറുടെ അനുവാദം കിട്ടിയത്. അതുകൊണ്ട് നമ്മളിന്ന് പങ്കെടുത്തു, എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഹർത്താൽ വന്നുകൊണ്ട് എല്ലാവരും കഴിയുന്ന നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേരാനായിട്ട് ജില്ലാ കമ്മിറ്റി നമ്മളെ അറിയിച്ചിരുന്നു. അതിൻ്റെ മുന്നോടിയായിട്ട് എല്ലാവരും തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കുറേ ആൾക്കാർ ഇന്നലെ തന്നെ വന്നു, ബാക്കിയുള്ളവർ
വന്നു. എത്ര പേര് പങ്കെടുക്കുന്ന പ്രതീക്ഷിക്കുന്നത്? 1000-ൽ മിച്ച ആൾ വരുമെന്നാണ് നമ്മൾ അറിയിച്ചിരുന്നത്, ജില്ലാ കമ്മിറ്റി അറിയിച്ചിരുന്നത്. അത്ര ആൾ തന്നെ പങ്കെടുക്കും. പോരാത്തിന് ഇന്ന് ഹർത്താലും കൂടി ആയതുകൊണ്ട് അതിൽ കൂടുതൽ ആൾക്കാർ ഇന്ന് പങ്കെടുക്കാനാണ് സാധ്യത. ഈ വാഹനങ്ങൾ വരുമ്പോൾ വാഹനങ്ങൾ തടയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായാൽ അതിനെ എങ്ങനെയായിരിക്കും? അതൊരു ബുദ്ധിമുട്ടാണ്. ജനങ്ങൾ അതുകൊണ്ടാണ് ഇന്നലെ തന്നെ രാത്രി തന്നെ പോരാനായിട്ട് നമുക്ക് ജില്ലാ കമ്മിറ്റി നമ്മളെ അറിയിച്ചിരുന്നു. ആർക്കും നമ്മളിൽ നിന്നും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ നിന്നും ഈ ഹർത്താലുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് യാതൊരു ഇഷ്യൂസും വരാൻ പാടില്ല നമ്മൾ അറിയിച്ചിരുന്നു. ഈ വിഷയത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കേണ്ടത് CPIM പ്രഖ്യാപിച്ച ഈ ഹർത്താൽ അത് അവഗണിച്ചുകൊണ്ട് ഇന്നെത്തും എന്ന് ഗവർണറും അറിയിച്ചിട്ടുണ്ട്. തനിക്ക് CPIM-ഉമായോ സർക്കാരുമായോ പ്രശ്നമില്ല. ഈ ഭൂപതിവ് ചട്ട ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട തനിക്ക് ചില പരാതികൾ കിട്ടിയിട്ടുണ്ട്. ആ പരാതികളിൽ വ്യക്തത വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ്. 3 തവണ താൻ സർക്കാരിന് കത്തയച്ചു. ഒരു തവണ പോലും ഈ വിഷയത്തിൽ വിശദീകരണം നൽകിയില്ല. അത് തൻ്റെ കുറ്റമല്ല, സർക്കാരിൻ്റെ കുറ്റമാണ് എന്ന് ന്യായീകരിക്കുകയാണ് ഗവർണർ ചെയ്യുന്നത്. വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു ഗവർണർ. അദ്ദേഹം ഇവിടെ എത്തുമെന്ന് അറിയിച്ചിരിക്കുന്നു. സംഭവ ബഹുലമാവും ഇടുക്കി എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. തൊടുപുഴയിൽ ഈ പരിപാടി കൂടി നടക്കാൻ പോകുന്നു. പോഷക സംഘടനകൾ, CPIM-ന്റെ പോഷക സംഘടനകൾ വരുന്ന വഴിയിൽ കരിങ്കൊടി കാണിക്കുന്നതിനുള്ള സാധ്യത തള്ളിക്കളയേണ്ടതില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകൾ അത്തരത്തിലുണ്ട്. മുൻപും പലതവണയും അതുണ്ടായിട്ടുണ്ട്. പക്ഷേ CPIM പറയുന്നത് തങ്ങളുടെ സമരം, തങ്ങളുടെ ഹർത്താൽ സമാധാനപരമായിരിക്കും എന്നുള്ളതാണ്. കാത്തിരുന്ന് കാണാം. പരിപാടി 11 മണിക്കാണ്. 9:30 ആലുവയിൽ നിന്നും ഗവർണർ പുറപ്പെടും. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്, താങ്ക് യു വിഷ്ണു സുരേഷ്. അപ്പോൾ ഇനിയിപ്പം വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് രാജു അപ്സരയുടെ ഒരു അഭിപ്രായം കൂടി വന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കാണാം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവർണർ വരുമ്പോൾ ഒരു ജില്ലയിൽ ഇത്തരത്തിലൊരു ഹർത്താലുമായി കടന്നു വരുന്നത്. അത് ശരിയാണോ എന്ന് ഇടതുപക്ഷ ജനാധിപത്യം പരിശോധിക്കണം. കഴിഞ്ഞ കാലത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾ പരിശോധിക്കണം. തീർച്ചയായും ഈ ജില്ലയിലെ 10,000-കണക്കിന് വ്യാപാരികൾ പല തരത്തിൽ ബുദ്ധിമുട്ടുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. സത്യത്തിൽ ഗവൺമെന്റിനെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണിത്. ഈ രാജ്യത്തെ ജനങ്ങളെ സഹായിക്കുക എന്ന് വെച്ചാൽ അത് തീർച്ചയായും ഗവൺമെന്റിന് കിട്ടുന്ന ഒരു സഹായമാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.